കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം, പല ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുടെ കർത്താവേ, അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോട്ടെ, പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദനെ ഞാൻ ഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പം നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും, ഞാൻ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാറുണ്ടൊക്കെ. അപ്പോൾ നമ്മളോർക്കും നമ്മളാകുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം നടക്കുന്നുണ്ടാകും. നടക്കുന്നില്ലെന്നല്ല പറയണത്. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും വെയിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും വരണ എന്തിലായിരിക്കും? മൺപാത്രത്തിലായിരിക്കും. 2 കൊരിന്ത്യർ 4:7 എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം. സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല. ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം. അപ്പം ഈ നിധി മൺപാത്രത്തിലാണ് ലഭിച്ചത്. സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട്. പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണം.